നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു കഥയുണ്ട്. ഒരിക്കലൊരാൾ ഇന്ന് ആർക്കെങ്കിലും ഞാൻ ധർമ്മം കൊടുക്കും, സ്വതക്ക കൊടുക്കും എന്ന് ശപഥം ചെയ്തുകൊണ്ട് വീടിന് പുറത്തിറങ്ങി. അങ്ങനെ പണവുമായിട്ട് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ, ഈ സ്വതക്കയുടെ പണവുമായിട്ട് ഇങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു ആൾക്ക് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള സ്വതക്ക കൊടുത്തു. അതൊരു കള്ളനായിരുന്നു. ഒരു കള്ളൻ മോഷ്ടിക്കാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ കള്ളനാണെന്നറിയാതെ അയാൾക്ക് ഈ പറയപ്പെട്ട വ്യക്തി തൻ്റെ സ്വതക്ക കൊടുത്തു. അങ്ങനെ ആളുകളൊക്കെ കള്ളന് സ്വതക്ക കൊടുത്തവൻ, കള്ളന് ധർമ്മം കൊടുത്തവൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി, ഞാൻ വീണ്ടും നാളെ സ്വതക്ക കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ശപഥം ചെയ്തു. അപ്പോൾ അയാളുടെ മനസ്സ് നല്ലൊരാൾക്ക്, പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കണമെന്ന് തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം അയാൾ സ്വതക്കവുമായിട്ട് വീടിന് പുറത്തിറങ്ങി. അങ്ങനെ ഒരാളെ കണ്ടു, അയാൾക്ക് കൊടുത്തു. പക്ഷേ അതൊരു വ്യഭിചാരിയായിരുന്നു. ഈ സദക്ക കൊടുക്കപ്പെട്ടത് ഒരു വ്യഭിചാരിക്കായിരുന്നു. ഒരു വ്യഭിചാരിയായ ഒരു പെണ്ണിൻ്റെ കയ്യിലായിരുന്നു. അത് വ്യഭിചാരിയായ പെണ്ണാണെന്ന് ഇവനക്കറിയില്ലായിരുന്നു. പക്ഷേ ആളുകൾ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. ഇന്നലെ ഇത് വ്യഭിചാരിയായിട്ടുള്ള ഒരു പെണ്ണിനല്ലേ സദക്ക കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും, വ്യഭിചാരിക്കാണല്ലോ സദക്ക കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സംതൃപ്തി അടഞ്ഞു. അയാൾ അടുത്ത ദിവസം വീണ്ടും ഞാൻ ധർമ്മം കൊടുക്കും എന്ന് അയാൾ ശപഥമെടുത്തു. അങ്ങനെ അയാൾ പിറ്റേ ദിവസം വീടിന് പുറത്തിറങ്ങി, സ്വതക്കയുമായിട്ട് വീടിന് പുറത്തിറങ്ങി. അങ്ങനെ അന്ന് ധർമ്മം കൊടുത്തു. പക്ഷേ ആ ധർമ്മം കിട്ടിയത് ഒരു വലിയ പണക്കാരൻ്റെ കയ്യിലായിരുന്നു. അയാൾ ആ ധർമ്മം കൊണ്ടുപോയി. ധനികനായ അയാൾക്ക് ധർമ്മം കൊടുത്തു എന്ന് ആളുകൾ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. അപ്പോഴും അദ്ദേഹം അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു. അയാളുടെ മനസ്സിൽ പോസിറ്റീവായിരുന്നു. കള്ളനും വ്യഭിചാരിക്കും ധനികനുമൊക്കെ ഞാൻ ധർമ്മം കൊടുത്തല്ലോ, എനിക്ക് അങ്ങനെയെങ്കിലും ധർമ്മം കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ അയാളോട് സ്വപ്നത്തിൽ, ഒരു ദർശനത്തിൽ അയാളോട് പറയപ്പെടുകയാണ്, കള്ളന് താങ്കൾ ധർമ്മം കൊടുത്തല്ലോ, സ്വതക്ക കൊടുത്തല്ലോ. ആ സ്വതക്ക കാരണത്താൽ ഒരു പക്ഷേ അയാളുടെ ആവശ്യം പൂർത്തിയായിട്ട് അയാൾ ആ ഒരു മോഷണത്തിൽ നിന്നും, ജീവിതത്തിൽ തന്നെ താൻ മോഷണം ചെയ്യില്ല എന്ന രൂപത്തിൽ ശപഥം ചെയ്തുകൊണ്ട് മോഷണത്തിൽ നിന്ന് തന്നെ പിന്തിരിഞ്ഞേക്കാമല്ലോ. വ്യഭിചാരിണിയായ ഒരു പെണ്ണിന് താങ്കൾ സ്വതക്ക കൊടുത്തില്ലേ, ഒരുപക്ഷെ അവൾ പണത്തിൻ്റെ ആവശ്യം കൊണ്ടായിരിക്കാം വ്യഭിചാരം നടത്തുന്നത്. താൻ പണം കൊടുത്ത കാരണത്താൽ ഒരുപക്ഷെ ആ വ്യഭിചാരിണിയായിട്ടുള്ള പെണ്ണ് അതിൽ നിന്നും പിന്തിരിഞ്ഞേക്കാം. ധനികന് താൻ പണം കൊടുത്തല്ലോ, സ്വതക്ക കൊടുത്തല്ലോ, അതുകൊണ്ട് ഈ സ്വതക്ക കൊണ്ട് തനിക്ക് ഇയാൾ സ്വതക്ക തന്നല്ലോ, അതേപോലെ പണക്കാരനായ ഞാനും ധർമ്മം കൊടുക്കണ്ടേ, താൻ ഇത്ര പിശുക്കനായാൽ ശരിയാകുമോ എന്നുള്ളൊരു ബോധം അയാളിൽ ഉദിച്ചേക്കാം എന്ന് ഇയാളോട് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു സ്വപ്നത്തിൻ്റെ കഥ ഒരു മനുഷ്യൻ ധർമ്മം ചെയ്തിട്ട് ആ ധർമ്മത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും വ്യക്തമാക്കിക്കൊണ്ട് ഗുണപാഠം പറഞ്ഞുകൊണ്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ഹദീസിനെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഗുണോപദേശം ആ ഒരു പ്രസംഗത്തിന് ശേഷം പറയുന്നുണ്ട്. ഇതിൻ്റെ ഗുണോപദേശം എന്ന് വെച്ചാൽ ഉദ്ദേശത്തിനാണ് പ്രതിഫലം ലഭിക്കുന്നത്. കള്ളന്, വ്യഭിചാരി, ധനികന് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാനല്ലല്ലോ അയാൾ ലക്ഷ്യം വെച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു. സ്വതക്ക രഹസ്യമാക്കലിൻ്റെ ഒരു പ്രത്യേകത അതിലുണ്ട്. മാത്രമല്ല ഉദ്ദേശിച്ചിടത്ത് ധർമ്മം എത്തിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യാം എന്ന് പറയുന്നതുണ്ട്. മാത്രമല്ല പ്രത്യക്ഷമായിട്ടുള്ള വിധി നോക്കിയിട്ടാണ് ആളുകളൊക്കെ വിധി കൽപ്പിക്കുക. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളിലേക്കാണ് നോക്കുന്നത്. ആരുടെയും ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു വലിയൊരു സന്ദേശം ഈ ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ ധർമ്മം ചെയ്യുക, ആർക്കാണെങ്കിൽ ധർമ്മം ചെയ്യുക. അതുകൊണ്ട് അയാൾ നന്നാവുകയാണെങ്കിൽ, അയാൾ ഏത് വിഷയത്തിലാണ് ധർമ്മം ചെയ്യപ്പെടുന്ന ആൾ, ധർമ്മം ലഭിക്കുന്ന ആൾ ഏതെങ്കിലും വിഷയത്തിൽ പിന്നോട്ടാണെങ്കിൽ അയാൾ ആ വിഷയത്തിൽ മുന്നോട്ടായാൽ അതൊരു ധർമ്മമായിട്ട് നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടും. അതുകൊണ്ട് ധർമ്മം ആർക്കാണെങ്കിലും, അവകാശികൾക്കാണ് ഏറ്റവും ബാധ്യത, ഏറ്റവും സ്വീകാര്യത, ഏറ്റവും കൂലി എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കൊടുത്തതിൽ ഒരിക്കലും ഖേദിക്കാത്ത രൂപത്തിൽ ധർമ്മം ചെയ്യുക.